ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു ജോലിയുള്ള ദിവസമാണ്. അപ്പം ഞാൻ കാലത്ത് എണീറ്റ് പണികളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വിളക്കൊക്കെ വെക്കുകയാണ്. അപ്പോൾ ബിജേഷേട്ടനാണ് വിളക്ക് വെക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വിളക്കൊക്കെ വെച്ചു. അതിന് ശേഷം ജോലിക്ക് പോകാനായിട്ട് ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അമ്മയുടെ കുറച്ച് പാത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ എൻ്റെ വണ്ടി വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് അങ്ങനെ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നേരെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം റോക്കി എന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെയുള്ള വീഡിയോകളൊന്നും എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോയിട്ടുള്ളതൊന്നും എടുത്തില്ല. പിന്നെ തിരിച്ച് വന്നിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ നേരെ ഞാൻ ജോലിക്ക് പോയി. അതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്കാണ് വന്നത്, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ വെച്ചതിന് ശേഷം ബിജേഷേട്ടൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് വരികയാണ് ചെയ്യാറ്. അപ്പോൾ അമ്മ എന്നെ കണ്ടപ്പോൾ വേഗം ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ മണിക്കുട്ടനെയും കൊണ്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പാർലിക്കാട് എത്തിയതിന് ശേഷം ഞാൻ വേഗം പോയി മേലൊക്കെ കഴുകി വന്നു. അതിന് ശേഷം ഞാൻ അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ നോക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വിളക്ക് വെക്കണ്ടേ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ചെയ്ത് കൊടുത്താൽ മണിക്കുട്ടൻ വിളക്ക് വയ്ക്കും. അപ്പോൾ അവൻ വേഗം പോയി കുളിക്കാനൊക്കെ പോയി. അപ്പോൾ അതിന് ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ മണിക്കൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു, അത് ഞാൻ മെഷീനിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ മാവ് ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട അമ്മ, എനിക്കതുകൊണ്ട് ഉഴുന്നുവട ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേഗം സബോള, ഇഞ്ചിയും പച്ചമുളകൊക്കെ വേഗം അരിഞ്ഞെടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ച് മാവൊക്കെ എടുത്തിട്ട് അതിൽ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ശരിയാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്തു. എന്താണെന്ന് വെച്ചാൽ ശരിയായില്ലെങ്കിൽ ബാക്കിയുള്ള മാവ് കൊണ്ട് അവർ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഈ അരിഞ്ഞ് വെച്ചതൊക്കെ അതിലിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഉഴുന്നുവടയുടെ ആകൃതിയൊന്നും കിട്ടില്ല, ഞാൻ കയ്യിലോണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊന്തി വന്നതിന് ശേഷം ഞാനത് മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയെടുത്തത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ മണിക്കുട്ടൻ പറഞ്ഞു, അമ്മ ചമ്മന്തി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ച് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഞാനാണ് ആദ്യം ടേസ്റ്റ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതും കഴുകി സിങ്കൊക്കെ കഴുകി അടുക്കളയൊക്കെ തുടച്ചിട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.